ഒരിക്കലും അവളെ കാണണ്ട. അതാ എന്റെ കുട്ടിക്ക് നല്ലത്. നീ ഇനി അവളെ കാണണ്ട. ഇല്ല മോനെ, ഇനി ഞാൻ അവളെ ആപത്തിലേക്ക് തള്ളിവിടുന്നില്ല. പറ്റത്തില്ല എന്നെ കൊണ്ട്. നീ അവളെ മറന്നേക്ക്. അവളുടെ അമ്മയുടെ അതേ ഗതി വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങളുടെ സെയിം കുടുംബത്തിലേക്ക് തള്ളിവിട്ട് ഞാൻ ഇനിയും അവളുടെ ജീവിതം നശിപ്പിക്കുന്നില്ല. ഇല്ല, ഞാൻ സമ്മതിക്കൂല. അവളിപ്പോ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആരോടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ അവളുടെ കല്യാണം നടത്താൻ പോവാ, നീയുമായിട്ടല്ല. ചന്തു അവളെ കിട്ടും. ഇല്ല, അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഞാൻ കണ്ട് സ്വപ്നമായിരുന്നു? എന്തോ ഒറിജിനാലിറ്റിയാ. അയ്യോ, പേടിച്ചു പോയി എന്റെ മീനു. വരണേ മോനെ, എന്താടാ എന്തിനാ ഒച്ച വെച്ചേ? നീ എന്തിനാ കരയുന്നേ? അമ്മ ഒരു സ്വപ്നം കണ്ട് പേടിച്ചതാ പെട്ടെന്ന്. സോറി അമ്മ. അയ്യോ, ഇതാ പറയുന്നേ, എന്തെങ്കിലും വിചാരിച്ച് കിടക്കാൻ പാടില്ലാന്ന്. പോട്ടെ, ഒന്നുമില്ല, അതൊരു സ്വപ്നമല്ലേ. നീ വിഷമിക്കല്ലേ. അമ്മ, എനിക്ക് ഒരു കാര്യം പറയണം. എന്താടാ? എന്തുണ്ടെങ്കിലും നാളെ പറയാം. നീ ഇപ്പോ കിടന്നു. ഇല്ല അമ്മ, ഇനി ഇങ്ങനെ പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ട എന്നെ കൊണ്ട് പറ്റത്തില്ല. ശരി, എന്താ പറയാനുള്ളേ? അമ്മ, എനിക്ക് മീനുവിനെ കെട്ടണം. എടാ ചെറുക്ക, നീ എന്താ ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അമ്മ പ്ലീസ് അമ്മ, നോ മാത്രം പറയല്ലേ. എനിക്ക് പറ്റത്തില്ല അവളില്ലാണ്ട്. ഇല്ലെങ്കിൽ അവളുടെ അമ്മ ചന്തുവിനെ വെച്ച് അവളെ കെട്ടിക്കും. എനിക്കത് കാണാൻ പറ്റത്തില്ല. പ്ലീസ് അമ്മ. എടാ ചെറുക്ക, നീ എന്തൊക്കെയാ പറയുന്നേ? ചന്തുനെ വെച്ച് മീനിനെ കെട്ടിക്കുന്നോ? അമ്മ, ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. ഞാൻ സമ്മതിക്കില്ല അത്. എടാ ചെറുക്ക, സ്വപ്നത്തിൽ കണ്ടതാണോ പറയുന്നേ? അമ്മ, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് അവളെ ഇപ്പൊ തന്നെ കെട്ടണം. ഇപ്പോഴാ? ഈ രാത്രിയിലാ? അമ്മ കളിയാക്കാതെ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. എനിക്ക് അവളെ വേഗം തന്നെ കെട്ടണം. ഓ, ഇവനെ കൊണ്ട് അത് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അതൊന്നും എനിക്കറിയത്തില്ല. അമ്മ പോയി സംസാരിക്കണം. എടാ ചെറുക്ക, ഈ വേലയും കൂലിയും ഇല്ലാത്ത നിനക്ക് ഞാൻ പോയി പെണ്ണ് ചോദിക്കണം എന്നാണോ നീ പറയുന്നേ? എനിക്ക് ജോലിയൊന്നുമില്ലേ? അപ്പൊ സ്വപ്നത്തെ അത് സ്വപ്നമായിരുന്നില്ലേ? ആടാ, കോളേജ് കഴിഞ്ഞ് 2 മാസമായി. എന്നിട്ട് അവൻ ഇവിടെ തന്നെ നിൽക്കുവല്ലേ. എവിടെയും നീ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴവൻ ഇവിടെ ജോലിന്ന് 2 മാസമായി ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പുറത്ത് കറങ്ങാൻ പോവും, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? അമ്മ, സ്വപ്നത്തെ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അപ്പൊ അവൾക്ക് ആക്സിഡന്റ് ആയി. എന്നിട്ട് അവളുടെ അമ്മ അവളെ ചന്തുവിനെ കൊണ്ട് കെട്ടിക്കെന്ന് പറഞ്ഞു. എന്തുവാടാ നിന്റെ സ്വപ്നം? എന്റെ പൊന്നെ, നീ മിണ്ടാണ്ട് കിടക്കുന്നതാ നല്ലത്. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് അവളെ കെട്ടണം. ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്ലീസ് അമ്മ, ഒന്ന് സംസാരിക്കുക. എടാ, ഇത്ര പെട്ടെന്ന് അവൾ പഠിക്കുവല്ലേ? അവള് സമ്മതിക്കും അമ്മ. ഒന്ന് പറഞ്ഞു നോക്ക് പ്ലീസ്. ആ ശരി ശരി, നീ കിടന്നുറങ്ങ്. ഇനി വേറെ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടണ്ട. അവന്റെ ഓരോരോ സ്വപ്നങ്ങള്. താങ്ക് യു സോ മച്ച് അമ്മ. ലവ് യു. ലവ് യു ഒക്കെ ഇരിക്കട്ടെ. ഗുഡ് നൈറ്റ്. അമ്മ വെറുതെ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ കുറെ വിളിച്ചല്ലോ. അവൻ ഇതുവരെ റൂമിൽ നിന്ന് എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. ആണോ? ഞാൻ കുറെ വിളിച്ചു, എടുത്തില്ല. ഇന്നലെ എന്താ സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. പേടിച്ചിട്ടുണ്ട് നന്നായിട്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അവനൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ അവനോട് കിടക്കാൻ പറഞ്ഞു. അമ്മ ഒന്ന് പോയി നോക്കമ്മ. കുറെ നേരമായി ഞാൻ വിളിക്കുന്നു, എടുക്കുന്നേ ഇല്ല. അത് നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോയി നോക്കി വരാം. ശരി അമ്മ, ഞാൻ ഒരു 10 മിനിറ്റിൽ അവിടെ ഉണ്ടാവും. ഓക്കെ. അതിന് നീ കട്ട് ചെയ്താ? ഈ പെണ്ണിനെ കൊണ്ട്. മോള് വന്നോ? നീ എന്താ കേട്ടത് പാതി കേൾക്കാതെ പാതി ഓടി വന്നത്? ഒന്നുമില്ല അമ്മ. അമ്മ പറയുമ്പോ എനിക്കത് പേടിയായി, അതാ.
അല്ല വരണേട്ട എവിടെ? ഞാൻ റൂമിൽ കയറി പോയപ്പോൾ അവൻ കിടക്കുമായിരുന്നു. നോക്കിയപ്പോൾ ചെറുതായിട്ട് പനിയുണ്ട്. പനിയോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞതാ അവനോട്, അവൻ കേൾക്കണ്ടേ? ഇപ്പൊ കിടക്കുവാ. അയ്യോ, എന്നാ ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ആ, ഇന്നലെ സ്വപ്നം കണ്ട് പേടിച്ചതാ, അതിന്റെ അല്ലാണ്ടൊന്നുമില്ല. ആ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ഞാൻ അവനെ കഞ്ഞിവെള്ളം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുതരാം. ആ അമ്മ. അരുണേട്ടാ, എന്തൊരു ഉറക്കം അത്? എഴുന്നേറ്റ്. ഇതെന്താ ഇത്? പനി വന്നിട്ട് എന്തോർത്ത് പേടിച്ചതാന്നേ? വരുണേട്ടാ, ഇങ്ങനെ കിടക്കല്ലേ, എഴുന്നേക്ക്. മീനുട്ടി, നീ എന്താ ഇവിടെ? അമ്മ പറഞ്ഞു എനിക്ക് പനിയാണ്. ഇല്ല, ഞാൻ രാവിലെ കുറെ വിളിച്ചു, ഫോൺ എടുക്കാത്തോണ്ട് എനിക്ക് പേടിച്ചിട്ടേ അമ്മയെ വിളിച്ചു, അതാ. ഇവിടെ എത്തിയപ്പോഴാ അമ്മ പറഞ്ഞ് പനിയാന്ന്. എന്താ പറ്റി? എന്തോ സ്വപ്നം കണ്ടുവന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു? എന്റെ പെണ്ണെ, സ്വപ്നത്തെ കുറിച്ചൊന്നും പറയല്ലേ, എനിക്ക് പേടിയാവും. എടി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് കെട്ടിയാലോ? അല്ല, അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി. നിനക്ക് ഓക്കെ ആണെങ്കിൽ മതി. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നു ഇപ്പൊ. ശരിക്കും ആലോചിച്ചിട്ടാണോ പറയുന്നേ? ഞാൻ 100 വട്ടം ആലോചിച്ചു. ഇതിൽ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. സത്യമായിട്ടും? എന്നാ എനിക്കും കേട്ടണം. ഐശ്വര്യ, ഇതിനേക്കാൾ ഷുവറായിട്ട് പറയാൻ വേറൊന്നുമില്ല. 100% ഷുവർ. I love you, Meenuti. Love you too. ആഹാ, ഇതിപ്പോ ആർക്കാ പനി? എനിക്ക് അപ്പോഴേ തോന്നി ഇതിങ്ങനെ വരും. അവന് നിന്നെ കണ്ടാ മാറാവുന്ന പനിയേ ഉണ്ടായിരുന്നുള്ളൂ. മോള് ചോദിച്ചാർന്നോ അവൻ എന്താ പനി വന്നേന്ന്? ഇന്നലെ ഒരു സ്വപ്നം കണ്ടത്രേ. എന്താന്ന് ചോദിച്ചോ? മോള് ചോദിച്ചു നോക്കുന്നത് നല്ലത്. നല്ല കോമഡി ആയിരുന്നു. അമ്മ മതി കേട്ടോ, ഇനി അതിനെ കുറിച്ചൊന്നും പറയരുത്. പിന്നുണ്ടല്ലോ, മീനുട്ടി കല്യാണത്തിന് സമ്മതിച്ചതേ. മോളെ, അവൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീയും അങ്ങനെ തന്നെ ആലോചിക്കണോ? നീ എന്തുദ്ദേശത്തില സമ്മതിച്ചത്? അതിനിപ്പോ സമ്മതിക്കാതിരിക്കാൻ വേറെ കാരണമൊന്നുമില്ലല്ലോ. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണെന്നുള്ള കാരണമെങ്കിൽ എനിക്കത് കുഴപ്പമില്ല. എനിക്ക് പിന്നെ ആയാലും പഠിക്കാൻ പോവാലോ. എനിക്ക് എന്നും വരനേട്ടന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിപ്പോ കെട്ടണം എന്നാണെങ്കിൽ അതിനും ഞാൻ സമ്മതം. നിങ്ങളുടെ ആ തീരുമാനം, അതിൽ ഞങ്ങൾക്ക് ഇടപെടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മിത്രയോട് സംസാരിക്കട്ടെ. അതിപ്പോ കല്യാണം ഇത്ര പെട്ടെന്ന് പറയുമ്പോ മാളും അവളെക്കാൾ മൂത്തതല്ലേ, അവളുടെ കൂടി കല്യാണം കഴിഞ്ഞിട്ട് പോരെ? അതിനെന്താ, ചന്തു അല്ലേ അവളെ കെട്ടാൻ പോകുന്നേ. കൂടാതെ നമുക്ക് രണ്ടുപേരുടെയും ഒന്നിച്ച് നടത്താലോ. ശരിയാ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണ്ടേ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എല്ലാം നമ്മൾ എല്ലാരും ചേർന്നിട്ട് തന്നെയാ ചെയ്യാൻ പോകുന്നേ. പിള്ളേരുടെ ആഗ്രഹം എന്താണോ അങ്ങനെ തന്നെ നടക്കട്ടെ, അല്ലാണ്ട് അതിനപ്പുറം എനിക്കൊരു അഭിപ്രായമില്ല. മാളുവിനോടും ചന്തുവിനോടും ചോദിക്കാണ്ട്. പിള്ളേരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതില്?
നമുക്കെന്താ ബുദ്ധിമുട്ട്? നമ്മള് കല്യാണം കഴിഞ്ഞാലും ഒരേ വീട്ടിൽ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നേ. എന്തിനായാലും ഒപ്പം ഉണ്ടാവും, പിന്നെന്താ പേടി? പിന്നെ വേഗമായി എന്നൊരു തോന്നല് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ചന്തുവിന്റെ അച്ഛനും അമ്മയും വരും കല്യാണത്തിന്. ആഹാ, കേട്ടില്ല പിള്ളേരുടെ അഭിപ്രായം. ഇനി നിനക്കെന്തിനാ പ്രശ്നമുള്ളടി? ഇവർക്കെല്ലാം സമ്മതാണെങ്കിൽ എനിക്കെന്ത് പ്രശ്നം? എന്നാലും നീ എന്തിനാ അവനോട് ചന്തുവിനും മീനുനെ കെട്ടിക്കുന്നു പറഞ്ഞത്? ഞാനോ? ആരോട്? എപ്പോ? എന്റെ മോനോട്. വരുണിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവന് മീനിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ലേ, മീനിന് അവനെ ഇഷ്ടമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനെന്തിനാ ചന്ദനെ കൊണ്ട് മീനിനെ കെട്ടിക്കുന്നേ? എടിപ്പൊട്ടി, അവന്റെ സ്വപ്നത്തിലെ നീ പോയിട്ട് അവനോട് അങ്ങനെ പറഞ്ഞു. എന്ത് സ്വപ്നത്തിലോ? ആടി, അതുകൊണ്ടല്ലേ അവൻ ഇത്രയും പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് ശരി, അതാണോ കാര്യം? കൊള്ളാലോ. എന്നാലും അവൻ എങ്ങനെ തോന്നി ഞാൻ അവരെ പിരിക്കുമെന്ന്? അത് അവനോട് തന്നെ ചോദിക്കണം. ഏതായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ കല്യാണം നടത്തിക്കളയാം. അത് തന്നെ. മിത്ര, നീ നിന്റെ ഏട്ടനോടൊക്കെ പറഞ്ഞോ ഈ കാര്യം? ആ, വിളിച്ചായിരുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. കല്യാണത്തിന് കുറച്ചു നാള് മുമ്പ് അവരെത്തിക്കോളും. അവനും കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മുമ്പേ വരുന്നത് നല്ലതാ. നമ്മളെ കാണാണ്ട് വരുൺ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പൊ ചന്തുവിന്റെ കാര്യം പറയാനില്ലല്ലോ. മോനെ വരുണെ, റെഡിയായോ നീ? അച്ഛാ. സമയമുണ്ട്, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ആദ്യം ചന്ദിന്റെ കെട്ടെടുക്കും, എന്നിട്ടാ നിന്റെ. ഓക്കെ? അതെന്താ വെച്ചാ ഒന്നിച്ചല്ലേ? അതറിയത്തില്ല. നിന്റെ അമ്മ എന്തോ പറഞ്ഞു, എനിക്കറിയത്തില്ല. നീ റെഡി ആയിക്കോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തോ കള്ള ലക്ഷണം. ചന്തുന്റെ കല്യാണം ഞാൻ ഇവിടെ ഇരുന്ന് കാണണം. എന്റെ കല്യാണം എപ്പോഴാ? അവളെന്താ വരുന്നേ? മീനു? അവളവിടെ പോയിരിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ചന്തു മീനിനെ കിട്ടുമോ? സമ്മതിക്കില്ല ഞാൻ. അതെ, നമ്മളൊന്നും നിന്നെടുത്ത് നിർത്താൻ വിടാത്ത എന്റെ മോന് വേണ്ടിട്ട് ഇന്ത്യയിൽ ഒരു പണി കൊടുക്കണം. അത് വേണോടി? ആ വേണം. ഈ കല്യാണം കാരണം അവൻ എന്നെ ഒന്നും നിൽക്കാൻ വിട്ടില്ല. മിത്ര, നമുക്കൊരു പ്ലാൻ ചെയ്താലോ? ഞാൻ റെഡി. വരുണിനല്ലേ, എനിക്കൊന്ന് പറ്റിക്കണം. ഒന്നുമില്ലേലും അവൻ എന്നെ സ്വപ്നത്തിൽ അങ്ങനെ കണ്ടില്ലേ. പിള്ളേരെ, നിങ്ങളോട് പറഞ്ഞ കാര്യം അവനോട് ആരും പറയരുത്. അമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. വരുണിട്ട് എങ്ങനെയാ പ്രതികരിക്കുക? അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ട.
അവൻ നിന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. അമ്മേ, എന്നാലും എന്റെ ജീവിതം വെച്ച് കളിക്കണോ? എന്റെ ചെറുക്ക, നിനക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും നടക്കും? ഇല്ലല്ലോ, പിന്നെന്താ? എന്നാലും ഒരു നേരത്തേക്ക് അവൻ എന്നെ വെറുക്കില്ലേ? ഒന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കെ. മാളു മോളെ, നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാ നല്ല പേടിയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ സന്തോഷമല്ലേ, നടക്കട്ടെ. അതാണ് ധൈര്യം. മോളെ മീനു, നീ പേടിക്കണ്ടേടി. നിന്റെ വരുണ നിന്നെ തന്നെ കേട്ടത്തുള്ളൂ. ഇത് ചെറിയൊരു പ്രാങ്ക. അവന് ഇത്രത്തോളം നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാലോ. നീ പേടിക്കാതിരിക്കും. അമ്മേ, അച്ഛ, എന്താ ഇവിടെ നടക്കുന്നത്? മാളുവിന് പകരം മീനു എന്താ അവിടെ? എന്താണ് ചെറുക്ക, മീനിന്റെ അല്ലേ ചന്ത കിട്ടുന്നേ? ഇതേ അച്ഛ, വേണ്ട, എന്നോട് കളിക്കല്ലേ. വരുണേ, നിനക്ക് എന്താടാ പറ്റിയേ? മാളു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ അവളാ അവിടെ ഇരിക്കുന്നേ, നീ പോയി അവിടെ ഇരിക്ക്. നീ എന്താടാ പറയുന്നേ? അവളെയല്ലേ അവൻ കെട്ടുന്നേ, നീ എന്നെയല്ലേ കെട്ടുന്നേ? ഡീ കോപ്പേ, വേണ്ട ഏട്ടാ, കളിച്ചാ ഞാൻ തിരിച്ചു കളിക്കും. അങ്ങനൊന്നുമില്ല. നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അങ്ങനെയല്ലേ നമ്മള് പ്ലാൻ ചെയ്തത്. അവരുടെ കല്യാണം നടക്കണ്ടേ? ഓഹോ, അങ്ങനെയാണല്ലേ, എന്നാ കാണിച്ചു തരാ ഞാൻ. അവൻ ഇവിടുന്ന് താലിയെടുത്തത്? എനിക്കറിയത്തില്ല. എങ്ങാനും കല്യാണം മുടങ്ങുമെന്ന് അവൻ ഓൾറെഡി കരുതിയതാണോ? എനിക്കറിയാൻ മേല. ഇനി നീ കെട്ടടാ അവളുടെ കഴുത്തില്. വരുണേ, വേണ്ട. അമ്മ ഒന്ന് പറ അവനോട്, വേണ്ട. നീ കെട്ടടാ, കെട്ട്. അമ്മ അവനോട് വേണ്ടെന്ന് പറ. എന്താ അമ്മ ഇത്? നീ കെട്ടുന്നോ അതോ ഞാൻ കെട്ടണോ? എടാ വരണേ, വേണ്ടടാ ചങ്കെ, പ്ലീസ്, ഞാൻ വരാം. എന്നാ വാ. ഇപ്പൊ എന്തായി ഭാര്യ? നീ എനിക്കുള്ളതാന്ന് പണ്ടേ നിശ്ചയിച്ചതാ, അതിന് മാറ്റമൊന്നുമില്ല. നിങ്ങളുടെ പ്രാങ്ക് എനിക്കിഷ്ടായി. ഞാൻ എന്തേലൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് മുമ്പ്, പക്ഷെ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എനിവേ, ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ എങ്ങനെയാ, പോകുമല്ലേ ഭാര്യ? മോളെ, നീ ഹാപ്പി അല്ലേ? നിനക്ക് വിഷമൊന്നുമില്ലല്ലോ? ഇനി ഇതാ മോളുടെ വീട്.
മോളുടെ സ്വന്തം. മോൾക്ക് എന്തുണ്ടെങ്കിലും അമ്മയോട് തുറന്നു പറയാം. മോളുടെ എന്തിനും ഞങ്ങളും വരുണും കൂടെ ഉണ്ടാവും. ഇന്ന് ഫുള്ള് മാരേജ് ഫംഗ്ഷനൊക്കെ ആയിട്ട് നല്ല ടയർഡായി കാണും. മോള് പോയി ഒന്ന് റെസ്റ്റ് എടുക്ക്, ഫ്രഷ് ആയിട്ട്. ഓക്കെ, വരണേ, അവളെ കൊണ്ടുപോ. ഇവിടെ റൂമില് നിനക്കായിട്ട് പരിചയപ്പെടുത്താൻ ഒന്നുമില്ല, എല്ലാം നിനക്കറിയാവുന്നതേ ഉള്ളൂ. നീ ഫ്രഷ് ആയിട്ടാ? ഒന്നുമില്ലല്ലോ, എന്നെ പറ്റിക്കാൻ അവരുടെ കൂടെ നിന്നില്ല നീ. അതിനൊക്കെ തരുന്നുണ്ട് ഞാൻ. പൊക്കോ. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ലാതെ. എന്നാ പൊക്കോ. മീനു, നീ എന്താടി ഒന്നും സംസാരിക്കാത്തെ? ഞാൻ നേരത്തെ തന്നെ നോക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ലല്ലോ. മീനുട്ടി, എടി പെണ്ണെ, എന്താ പറ്റിയ നിനക്ക്? എടി കരയുവാണോ? എന്തിനാ? സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. അമ്മ പറഞ്ഞപ്പോ, അമ്മയ്ക്ക് സന്തോഷമാണെന്ന് പറഞ്ഞപ്പോ അറിയാണ്ട് കൂട്ടുന്നതാ. സോറി. അയ്യേ, അതിനാണോ നീ വിഷമിക്കുന്നേ? അത് പോട്ടെ, ഞാൻ വിട്ടു. ഇല്ല, ഞാൻ അയ്യേ, നിനക്കിത് ഒട്ടും ചേരുന്നില്ലേ? മീനുട്ടി, നോക്കി, എനിക്കറിയാലേ നീ എന്റെ പെണ്ണാന്ന്. നീ അവിടെ വന്നിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് എനിക്കറിയാതിരിക്കോ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഒന്ന് ഞെട്ടിന്നേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിന്റെ പിറകിലെ കളി എന്താന്ന്. അതിനൊക്കെ ആരെങ്കിലും കരയോ? അതൊരു തമാശയല്ലേ? പോട്ടെ, അത് വിട്ടാ. ഇനിയും സങ്കടം മാറിയില്ലേ? മാറി. അയ്യോ, അതിനെന്താ അത്ര തെളിച്ചം പോരാത്തെ? വരണേട്ടാ, എനിക്ക് അമ്മയും മാളയും ചന്ദ്രേട്ടനൊക്കെ മിസ്സാവുന്നുണ്ട്. അച്ചോടാ, എന്താ ചെയ്യാ അപ്പം? അവരെ നമുക്ക് കാണാലോ. ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് ഇവിടെ നിൽക്കാന്നേ. അപ്പൊ എനിക്ക് നാളെ തൊട്ട് കാണാൻ പറ്റുമോ? നാളെ തൊട്ടൊന്നല്ല, നമുക്ക് വേണമെന്ന് തോന്നുന്നു കാണാന്നേ. ആ, എന്നും പറഞ്ഞ് എപ്പോഴൊന്നല്ല, ചിലപ്പോഴൊക്കെ. ഇപ്പൊ നീ എന്റെ ഭാര്യയല്ലേ, അപ്പൊ നീ എന്റെ കൂടെയല്ലേ വേണ്ടേ? ഓ, ആരാ ഈ സമയത്ത്? പിള്ളാരെ താഴോട്ട് വരുന്നുണ്ടോ? ഫുഡ് കഴിക്കാം. ശരി, ദാ വരുന്നു. I love you, Meenuti. Malu, are you nervous? എനിക്കൊന്നുമില്ല.
എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നേയില്ല. ആണോ? ബട്ട് ആ ചന്തു, അതിനിപ്പം എന്താ ഇവിടെ മാറിയത്? നമ്മളെന്നും ഒന്നിച്ചല്ലേ? പക്ഷെ നമ്മുടെ റിലേഷൻ മാറി. വി ആർ നൗ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അത് ശരിയാ, അതിന്റെ ഒരു നെർവസ്നെസ് ഉണ്ട്. നിനക്ക് എന്തെങ്കിലും അൺകംഫർട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ? എനിക്കെന്ത്, നിന്റെ കൂടെ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അരിഷോ? സത്യാ പറഞ്ഞേ. നമുക്ക് സ്ലോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോയാൽ പോരെ? അത് തന്നെ ഞാൻ പറയാൻ വന്നത്. താങ്ക് ഗോഡ് നീ പറഞ്ഞല്ലോ. എന്നാ നമുക്ക് കിടന്നാലോ? ബെഡില് ഓക്കെ ആണോ? ഞാൻ ഓക്കെയാ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ? Can I kiss you? മോളെ മീനുട്ടി, മോക്ക് ഇവിടെ കംഫർട്ട് അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമ്മയോട് പറയണം. ഇല്ല അമ്മ, എനിക്കൊരു കുഴപ്പമില്ല. കൂടാതെ ഇവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതല്ലേ. ചെറുക്ക കൊച്ചു പാവമാണ്, അതിനെ വെറുതെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. കഴിച്ചിട്ട് മിണ്ടാണ്ട് പോയി കിടന്നുറങ്ങണം. മീനുട്ടി, വൈഫി, ഞാൻ ഇനി തൊട്ട് നിന്നെ അങ്ങനെ വിളിച്ചോട്ടെ? പക്ഷെ നമ്മൾ മാത്രമായിട്ടുണ്ടാവുമ്പോൾ മാത്രം മതി. ഓക്കെ, as you wish. സോ ഇപ്പോ can I? Are you okay? പെട്ടെന്ന് എന്തോ പോലെ തോന്നുക. ആയിഷ്, നീ ഒന്നും പേടിക്കല്ലേ. നമുക്ക് പതിയെ മനസ്സിലാക്കിയിട്ട് എന്താ അത് പോരെ? അതോ ഇപ്പൊ തന്നെ? വേണ്ട, പതിയെ മതി. അപ്പോ ഒരു കിസ്സായാലോ? അതെ വരേട്ടാ, നമ്മുടെ കല്യാണം നേരെ നടന്നില്ലല്ലോ. അവിടെ എന്തൊക്കെയോ നടന്നു. നമുക്ക് ഒന്നുകൂടി കിട്ടിയാലോ? വേണം. എന്നാ വാ. ചന്തു വിട്ടേ. എങ്ങോട്ടാടി പോകുന്നേ? കളിക്കല്ലേ. അതിന് ഞാൻ കളിക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ. കൊണ്ട് ഇപ്പോഴത്തേക്ക് ഇത് മതി. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഓ, ഞാൻ നിന്ന് തരാലോ. എന്റെ ഭാര്യ എന്ത് ചെയ്യുവാ? കറി വെക്കാനുള്ള പച്ചക്കറി അരിയുക. കത്തിയാ കയ്യിലുള്ളത്. വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഇതൊക്കെ എന്ത്? പോയി ഫ്രഷ് ആവാൻ നോക്കി.
പക്ഷെ എനിക്ക് നിന്നെയും വേണം. എന്തായി ചെയ്യുന്നേ? വൈഫി, ആർ യു റെഡി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്? Can I make you mine? Don't worry, ഞാൻ കൺട്രോൾ ചെയ്തോളാം. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാള് എന്നോട് ഒന്നും ചോദിച്ചില്ല. അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടേ? I'm ready to be yours. Make me. എന്തേ എന്നെ ഭാര്യ സാരിക്ക് കൊടുത്തിട്ട്? ചന്തു, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു കാണും. എന്തേ? ആ 6 മാസത്തില് നമ്മൾ നല്ലോണം അടുത്തില്ലേ? നിന്റെ ചുറ്റും ഞാൻ നല്ല കംഫർട്ടാ. നിനക്കും അങ്ങനെ തോന്നിയില്ലേ? സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. The most important one, the phase of parenthood. മാളു, ആർ യു സീരിയസ്? And more than that. So it's an okay, right? വരുണേട്ടാ, അമ്മേ, വരുണേട്ടാ ഇവിടെ? ആ, അവൻ ഇപ്പൊ കേറി അകത്തേക്ക് ചെന്നതേ ഉള്ളൂ. എന്താ മോളെ? ആ, ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പുറത്ത് ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ എന്റെ കയ്യിൽ ഇത് തന്നു. എന്തോ ഒഫീഷ്യൽ ലെറ്ററാ. വരുണേട്ടനാ, എന്താന്നറിയില്ല, അതാ ഞാൻ. ഓ, നമുക്ക് തുറന്നു നോക്കാറുന്നില്ലേ? അത് വേണ്ട വരുണേട്ടൻ. ആ, എന്നാ മോള് പോയി അവന് കൊടുക്ക്. ആ, ശരി അമ്മ. അവളൊന്നും അവനോട് ചോദിക്കാണ്ട് ചെയ്യത്തില്ല. എന്താല്ലേ? ആ, അങ്ങനെയാണ് ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാർ ചെയ്യുക. ഓഹോ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞതിന് ഒരർത്ഥേ ഉള്ളൂ, അത് മാത്രം. ഷെടാ, ഇതിപ്പോ വാ തുറന്ന പ്രശ്നമാണല്ലോ. വരുണേട്ടാ, താഴെ നീ പറഞ്ഞു എന്ന് എനിക്ക് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി. എന്താടി? വിട്ടേ. നീ പറ, ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ബോറായിരുന്നു. വിട്ടേ. വീടാണോ? ആ, വേണം. ദേ, എന്റെ കയ്യിൽ എന്താ നോക്കി? എന്താ?
ഇത് ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നുള്ള നോട്ടീസാ. ഓ മൈ ഗോഡ്, ഐ ഗോട്ട് സെലക്ടഡ്. ഏ ശരിക്കും? യെസ് ഡിയർ, നാളെ തന്നെ പോയി ജോയിൻ ആവണമെന്നുണ്ട്. വാവ്, കൺഗ്രാറ്റ്സ് മാൻ. അപ്പൊ എനിക്ക് ട്രീറ്റ് വേണം. അതിനെന്താ, നിനക്കുള്ള ട്രീറ്റ് ഞാൻ തരാം. ആവൂ, അവസാനം ജോലി കിട്ടിയല്ലോ, മതി, സന്തോഷായി. അപ്പൊ ഇനി തൊട്ട് അവന് ജോലിയില്ലാത്തവനെന്ന് പറയണ്ടല്ലോ. അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാ, അല്ലാണ്ട് അവനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഓ ആണോ, അറിഞ്ഞതേയില്ല. ദേ ചെറുക്ക, ഇപ്പൊ ഒരു ജോലിയായി, നീ ഇപ്പൊ ഒരു കുടുംബനാഥനായി. ഇനി വേണം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കാൻ. എന്നിട്ട് വേണം നിന്റെ അച്ഛന് റെസ്റ്റ് എടുക്കാൻ. അമ്മേ, ഇതെന്തുവാ? എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഞാൻ നാളെ പോയി ജോയിൻ ആവണം. അതിനു മുമ്പ് തന്നെ എല്ലാ ഭാരവും എന്റെ തലയിൽ തന്നെ വെക്കണോ? അല്ല, നിനക്ക് കിട്ടുമല്ലോ, അതിന് ശേഷമുള്ള കാര്യമായി പറയുന്നേ. ഓ ഭഗവാനെ, നമിച്ചു നിങ്ങളെ. മീനുട്ടി, എന്തു പറ്റി? Periods ആയി. ഓ, ഞാനിപ്പോ വരാം. ഇന്ന് രാവിലെ മൊത്തം എന്നെ നോക്കിയില്ലേ, ഇനി ഞാൻ കുറച്ചു നേരം നോക്കാം. എടി, നിർത്തി. No. നീ നിർത്തില്ലേ? പിള്ളേരെ എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് പറഞ്ഞിട്ട് പോണേ. അമ്മ, ഒന്ന് ഹോസ്പിറ്റൽ വരെ. ആ, എന്തു പറ്റി? അമ്മ, മാളുനെ ചെറിയൊരു തലകറക്കം പോലെ. ആണോ മോളെ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാത്തെ? അമ്മ, അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ ചന്ദനോട്, കേൾക്കണ്ടേ? നീ പെണ്ണെ, ഇപ്പോഴും കളിശരിയാണോ നിനക്ക്? ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? അവൻ പറയുന്നത് എന്താ തെറ്റ്? ആഹാ, ഇതിപ്പോ അങ്ങനെ ആയാ? ഞാനിപ്പോ ആരാ? ഒന്നും പറയണ്ട, പോയിട്ട് കണ്ടിട്ട് വാ. മോനെ ചന്തു, സൂക്ഷിച്ചു പോണേ, അല്ലെ ഞാനും വരണോ? അതൊന്നും വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. ആ, എന്നാ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം എന്നെ വിളിക്ക്. അമ്മ, ശരി എന്നാ. മീനുട്ടി, എങ്ങോട്ടാടി ഓടുന്നേ? എന്താ പറ്റി? അമ്മാ, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം പറ. അമ്മോ, പ്രഗ്നന്റാ? മോളെ, നീ ഇവിടെ ഇരുന്നേ. പ്രഗ്നന്റ് ആണോ? കൺഗ്രാറ്റ്സ്. എന്നാലും അതെ ഏട്ടാ, ദേ മോള്. അമ്മേ വെയിറ്റ്, ഞാൻ ഒന്ന് പറയട്ടെ. എന്റെ മോളെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കാവോ? അമ്മേ അതല്ല, ഞാൻ ഒന്ന് പറയട്ടെ, ഞാനല്ല. എന്താണ്? എന്താണ് ഇവിടെ നിന്ന് ഒച്ച കേൾക്കുന്നേ? അത് പിന്നെ അല്ല മോളെ, ആരാ പിന്നെ? അത് പിന്നെ ചേച്ചി, മാളേച്ചി പ്രഗ്നന്റ് ആണ്. മാളായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്ന് ഞാൻ മിത്രയെ വിളിച്ചിട്ട് വരാം. ആമേ, ഞാനേ വരണേട്ട് എന്നോടും കൂടി പറയട്ടെ. ആ മോളെ, നീ വിളിച്ചു വരാം. ആരാടി പ്രഗ്നന്റ്? മാളു ആണോ? ആന്നേ, അവള് മിത്രയ്ക്ക് നല്ല സന്തോഷായിരിക്കും. അല്ല, നീ പെട്ടെന്ന് ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഞാൻ അവളെ ആദ്യം പറഞ്ഞപ്പോ മാളല്ല മീനാന്നാ വിചാരിച്ചേ. ഞാൻ ഓർക്കണായിരുന്നു, എന്റെ മോന് അത്രയൊന്നും വളർന്നില്ല. അത് ശരിയാ. ചന്തു വരെ. എന്നാലും ഞാനിനി ഇപ്പോഴാ? വേണ്ടാട്ടാ. അല്ലേലിപ്പം നമ്മളെന്ന് ആർക്കും വേണ്ടല്ലോ.
വരണേട്ടാ, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. ആരെ ഇപ്പൊ സ്നേഹിക്കാതിരിക്കുന്നേ? എന്തുവാ ഇത്? ഇങ്ങനെ മുഖം വീർപ്പിക്കാൻ ഞാൻ എന്താ ചെയ്തേ? നീ എന്താ ചെയ്തേന്നോ? നിനക്കും കൂടി ഒന്ന് സമ്മതം ഉള്ളാലോ. മനുഷ്യ, താഴെ അമ്മയും അച്ഛനുണ്ട്. എന്തേലും കേൾക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ വഴക്ക് പറയാണ്ട് വിടുന്നേ. അല്ലെങ്കിലേ നിങ്ങൾക്ക് സഹിക്കുന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോഴാണ്. ഓ, നിനക്കിപ്പോ ഞങ്ങള് ശല്യല്ലേ? ആയിക്കോട്ടെ എന്നാലും. ഓ, ഏട്ടനെക്കൊണ്ട് മതി, ഇന്നത്തേക്ക് മതി. എന്റെ വായടഞ്ഞു. ഒരു നാണമില്ല. എടി എടി മീനു, നോക്കത്തില്ല നീ? ആഹാ, ഇന്ന് ഞാനിന്ന് ഇങ്ങേര്. ആരാ? ഞാനിവിടെ വർക്ക് ചെയ്യുന്ന വരുണിന്റെ വൈഫാ. ഓ, വരുൺ സാറിന്റെ വൈഫായിരുന്നോ? ഓക്കെ, സാറിനെ മീറ്റ് ചെയ്യാനാണോ? ആ അതെ. സാർ എവിടെയാ? സാർ ഇപ്പോൾ ക്യാബിനിലുണ്ട്, പക്ഷേ അവിടെ ക്ലയൻറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഓ ആണോ? കുറെ ടൈം എടുക്കോ? ഇല്ല, ഒരു 5 minutes. മാമിന് ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ ഓക്കെ. ആരാ ഇവിടെ കെട്ടിപ്പിടിക്കുന്ന? ഇവിടെ ഞാൻ ഏതവളവള്? ഓക്കെ മിസ്റ്റർ വരുൺ, ഇനിയൊരു ദിവസം കാണാം. യാ ഓക്കെ. മീനുട്ടി, എന്റെ അമ്മ ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? എക്സ്ക്യൂസ് മീ, അത് ഐ ആം ഹിസ് വൈഫ്. വൈഫ്? വരുൺ, ആർ യു മാരീഡ്? യെസ് മാം. ഓ ഐ സീ, അറേഞ്ച്ഡ് ആയിരിക്കും അല്ലേ? നോ, ആക്ച്വലി നമ്മളെ പ്രേമിച്ചിട്ടാ കെട്ടി. ഓപ്സ്, വൗ, നൈസ്. ആൻഡ് നൈസ് ടു മീറ്റ് യു മാം. സോറി, ഐ ആം നോട്ട് ദാറ്റ് മച്ച് നൈസ്. മീനുട്ടി, എന്താ ഇത്? ഇറ്റ്സ് ഓക്കെ. എനിക്ക് തോന്നുന്നത് തൻ്റെ വൈഫിന് എന്നെ ഒട്ടും ഇഷ്ടമായില്ല എന്ന്. യു ഗൈസ് സംസാരിക്കുക, ഞാൻ പോവാം. മീനുട്ടി, എന്താടി നിനക്ക് പറ്റിയത് പെട്ടെന്ന്? എന്തോ പറ്റിയെന്നു? വീട്ടിലോട്ട് വാട്ടോ, കാണിച്ചു തരാം. എന്റെ ഭഗവാന്, ജീവനെങ്കിലും ബാക്കി തരണേ. ഇവളുടെ ദേഷ്യത്തിന് എന്റെ ജീവന്റെ വിലയുണ്ട്. അമ്മേ, മീനുട്ടി എവിടെ? അവള് വന്നപ്പോ നേരെ റൂമിൽ കയറി പോയി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. ഒന്നുമില്ല. ഒന്നും ഇല്ലാതൊന്നുമില്ല. അവള് നല്ല ദേഷ്യത്തിലാന്ന് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. എന്തോ ചെയ്തിട്ടുണ്ട് നീ. ഇല്ല അമ്മേ, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ അവൾ അത്രമാത്രം ദേഷ്യപ്പെടാൻ എന്താ? നീ എന്തേലും മറന്നോ? ഞാൻ അയ്യോ ഭഗവാനെ. ഓ, ഈ ചെറുക്കനെ കൊണ്ട്. എന്റെ ഭഗവാനെ,
എല്ലാം നല്ലതായ മതിയായിരുന്നു. മീനുട്ടി, മീനുട്ടി, ഐ എം സോറി ഡേ. മീനു, ഞാൻ മറന്നു. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കുക. പ്ലീസ് ഡേ. മീനുട്ടി, ഐ എം സോറി. പ്ലീസ് ഒന്ന് ക്ഷമിക്കുക. എടേ, എന്തായാലും ഒന്ന് സംസാരിക്കടേ പ്ലീസ്. മീനുട്ടി, ദേവരേട്ടാ, ഞാൻ എപ്പോഴാ നിങ്ങളോട് ടൈം പറഞ്ഞത്? എടി സോറി ഡേ, ഞാൻ മറന്നു. എനിക്ക് ഇമ്പോർട്ടന്റ് ക്ലൈന്റ് മീറ്റിംഗ് ആയിരുന്നു. ഏത് അവളോടായിരുന്നു ഇമ്പോർട്ടന്റ് ക്ലൈന്റ് മീറ്റിംഗ്? ദേ, എന്നെ കൊണ്ട് വേറൊന്നും പറയിപ്പിക്കല്ല. എടി, അവള് തന്നെയാ. പക്ഷെ അവളായിട്ട് നിനക്കെന്താടി പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? അവളുടെ ഒരു തൊട്ടൊരുമയുള്ള സംസാരവും എനിക്ക് ദേഷ്യം കേറി വന്നതാ. പിന്നെ കൺട്രോൾ പിടിച്ചിട്ടാ ഞാൻ നിന്നത്. ഓ, അപ്പൊ നിനക്ക് ജലസ് ആയിട്ടാണല്ലേ നീ അവിടെ നിന്ന് തിളച്ച് മറഞ്ഞത്? അതെ, എനിക്ക് ജലസ. എന്തേ? അച്ചൂടാ, എന്റെ കാന്താരി. എന്ത്? എങ്ങോട്ട് കേറി വരുന്നു? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൃത്യം 1 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞതാ. വന്നു നിങ്ങൾ? വരാത്തോണ്ടല്ലേ ഞാൻ കമ്പനി വന്ന്. അപ്പോഴല്ലേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയത്. നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. മീനുട്ടി, ഞാൻ പറഞ്ഞില്ലേടി റീസൺ. എനിക്ക് വരാൻ പറ്റാത്തോണ്ടാ. അവൾ അങ്ങനെ സംസാരിച്ചതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ നോർമൽ ആയിട്ടാ സംസാരിച്ചത്. ആണല്ലേ? അവള് കെട്ടിപ്പിടിക്കുമ്പോ ഇതൊന്നും കണ്ടില്ല ഞാൻ. എടി, അത് അവള് പെട്ടെന്ന് ചെയ്തതാ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയതേയില്ല. ഓ, എന്നിട്ട് ഇളകി മാറാൻ നോക്കിയോ? അത് പെട്ടെന്ന് ഷോക്കായി പോയിട്ടേ. അതെ, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. എടി മീനുട്ടി, നീ ഇങ്ങനെ വഴക്ക് പറയല്ലേ. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ആണല്ലോ, ഇപ്പൊ ഇങ്ങനെ മുഖം കാണിച്ചാ ഞാൻ വീഴുമെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടല്ലേ? എടി, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. നീ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മാളേശ്ശി കാണാൻ പോകണമെന്ന്. എന്നിട്ട് എന്താ വരാത്തെ? സോറി ഡേ, ഐ ആം റിയലി സോറി. നമുക്കിപ്പോ പോവാം. ഇനിയിപ്പോ പോയിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ? ഐ ആം സോറി ഡേ. ക്ഷമിക്കടി പ്ലീസ്. നിങ്ങൾക്ക് എന്റെ വീക്ക്നെസ് അറിയാം. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നത്. ശരി, ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നുണ്ട്. ഇനി മേലെ ഇങ്ങനെ എന്തേലും കണ്ട ഞാൻ പിന്നെ ക്ഷമിക്കത്തില്ല കേട്ടോ. പ്രോമിസ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. നീയാണ് സത്യം. മതി. അങ്ങനെയാണെ ഓക്കെ. എന്നാ നമുക്ക് ഇപ്പൊ ഇറങ്ങിയാലോ? ആ ശരി, എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ താഴെ ഉണ്ടാവും. കഴിച്ചിട്ട് പോ. ഞാൻ എന്തേലും എടുത്തേക്കാം. ഓ ആയിക്കോട്ടെ തമ്പ്രാട്ടി. നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാ. മീനു, ഇനി കുറച്ച് ദിവസത്തില് മാളിന്റെ വാവ വരുമല്ലോ. എടിയെ, എനിക്കും വേണം. എന്ത്? എന്തുപാടി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. നമുക്കും വേണ്ടേ? വേണോ? എന്തുപാടി, നിനക്കറിയാലോ എനിക്ക് കുഞ്ഞുങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ്. ഓഹോ, അങ്ങനെയാണോ? എടി, ഒന്ന് സമ്മതം മോള്. അത്രയ്ക്ക് ഈഗറാണോ? പ്ലീസ് ഡി. പ്ലീസ് ഒക്കെ പറയുന്നുണ്ട്. കാര്യം സാധിക്കാൻ എന്ത് വേണേലും പറയൂലേ? അങ്ങനെ അല്ലടി, പ്ലീസ്. ഞാനും ആലോചിക്കാണ്ടില്ല. എന്നാലും എനിക്കൊരു ചമ്മല്. ശരിക്കും നീ ഓക്കെ ആണോ? ഓക്കെ ആണോന്ന് ചോദിച്ചാ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അത് ശരി. അപ്പൊ നിനക്ക് സമ്മതമാണോ? സമ്മതൊക്കെ തന്നെ. താങ്ക് യു സോ മച്ച്. Meenuti, can I make love with you?
ഹലോ അമ്മ, എന്താ അമ്മ വിളിച്ചേ? ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗിലായിരുന്നു. മോനെ, അത് പിന്നെ മോളൊന്ന് ചെറുതായി തല കറങ്ങി വീണു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാ. ആ വീണു? എന്നിട്ട് എന്തായി? അവക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, അവൾ ഓക്കെയാ. നമ്മളിപ്പോ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക. നീ ഫ്രീ ആണെങ്കിൽ വീട്ടിലോട്ട് വാ. അമ്മ, ഞാൻ ദേ വന്നു. മീനു, സത്യമാണോ? അമ്മേ, ഞാൻ അച്ഛനാവാൻ പോവാ. മീനു, താങ്ക്സ്. താങ്ക് യു സോ മച്ച് ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, നമ്മള് parents ആവാൻ പോവാ. അതെ, വരാട്ടോ. ഉറങ്ങിയോ? ഇല്ലടി, പറ. അതെ, എനിക്ക് ഐസ്ക്രീം വേണം ഇപ്പൊ. ഇപ്പോഴോ? സ്ട്രോബെറി, പിന്നെ സ്ട്രോബെറീസും വേണം. ഇപ്പോഴെന്താ സമയം? 3 മണിയോ? എടി, ഈ പാതിരാത്രി 3 മണിക്ക് ഞാൻ എവിടുന്ന് പോയി ഐസ്ക്രീം ഒക്കെ വാങ്ങാനാ? അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ മൂക്ക. മോളോ, നീ അതും ഉറപ്പിച്ചോ? എന്തുവാ വരണേട്ടാ, പോയി വാങ്ങിട്ട് വാ. എന്റെ പൊന്നെ, ഈ പെണ്ണിന്റെ മൂഡ് സ്വിങ്സ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റണേ. അതെ വരുണേട്ടാ, എനിക്ക് ഓംലെറ്റ് കഴിക്കാൻ തോന്നുക ചൂടോടെ. ഈ രാത്രിയിലോ? എനിക്കിപ്പോ വേണം പ്ലീസ്. ഓ ശരി, വാ. അതെ, എനിക്ക് വാരി തരുമോ? അച്ചടാ, എന്റെ മീനുട്ടിക്ക് വാരി തരണോ? വാ ഇങ്ങോട്ട്. പക്ഷെ എനിക്ക് നെയ് കൂട്ടി ചോറ് മതി. നെയ് കൂട്ടിയോ? അതെന്ത് കോമ്പിനേഷനാ? അതൊക്കെ മതി. ഇതിൽ നെയ്യില്ല. ഇട്ടിട്ടുണ്ടടി. ഇല്ല, ഇനിയും വേണം. ഓ, നിന്നോട്. ദേ നോക്ക്. അയ്യോ മതി. എന്റെ പൊന്നെ. എടി, എറിയല്ലടി, മതി പ്ലീസ്. അതെ, നിങ്ങൾക്കിപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. ഞാൻ തടി വെച്ചല്ലേ, അതുകൊണ്ടല്ലേ. എനിക്കറിയാം, ഇപ്പൊ അവളെ മതിയായിരിക്കും, ആ ഓഫീസിലെ സ്റ്റാഫ്. ഇപ്പൊ പഴയതുപോലെ എന്നെ വേണ്ടല്ലോ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പോ മനുഷ്യ ഇവിടുന്ന്. എന്റെ പൊന്നെ, എടി അങ്ങനൊന്നും ഇല്ലടി. നീ എന്തൊക്കെയാ വിചാരിക്കുന്നേ? നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നീ എങ്ങനെ ഉണ്ടെങ്കിലും എനിക്കതൊന്നും കുഴപ്പമില്ല. ഇപ്പാണെങ്കിൽ നീ ഒത്തിരി സൗന്ദര്യം വെച്ചു. നോക്ക്, ഇപ്പൊ ഞാൻ സൗന്ദര്യം വെച്ചെന്നു. അപ്പൊ മുമ്പ് ഞാൻ ഒന്നും അല്ലെന്നല്ലേ പറയുന്നേ. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്റെ ഭഗവാനെ, എന്നൊന്ന് രക്ഷിക്ക്.
കാലമാടാ നിന്നെ ഞാൻ അമ്മ മീനുട്ടി കരയല്ലേ മീനുട്ടി. ഓടപ്പട്ടി ഇത്രയൊക്കെ വേദന ഉണ്ടാവുമ്പോ ഞാൻ കരയാതെ ചിരിക്കാടാ. എടി നീ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. ആടാ നിനക്ക് ഇപ്പൊ വിളിക്കുന്നതാണല്ലോ പ്രശ്നം. ഒന്ന് എന്റെ കൺമുമ്പിന്ന് പൊക്കോ. ഡോക്ടർ അവൾക്കിപ്പം ഷീസ് കംപ്ലീറ്റ്ലി ഓക്കെ. ആൺകുഞ്ഞ അമ്മയും കുഞ്ഞ് രണ്ടുപേരും സുരക്ഷിതരാണ്. അവരെ കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. മോനെ അച്ഛനാ മീനുട്ടി. താങ്ക് യു സോ മച്ച്. ഒരുപാട് പെയിൻ അനുഭവിച്ചൂലേ? പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കണ്ണിൽ തിളക്കം കാണുമ്പോ എല്ലാം പോയി. Love you dear. Love you so much. Thank you. കിച്ചുട്ടാ വാശി പിടിക്കല്ലേ, അവൻ പറഞ്ഞതല്ലേ പോവാന്ന്. എന്റെ കിച്ചുട്ടാ, നീ ആരോടാ പറയുന്നേ? അവളോടോ? അവൾ ഇപ്പൊ ഒന്നും ഇറങ്ങത്തില്ല. നീ വാ, ഞാൻ കൊണ്ടുപോവാ. ദേ അപ്പനും മോനും കൂടി വലിയ ആളാവാൻ നിക്കല്ലേ. എനിക്കൊരു 2 മിനിറ്റ് തന്നാ മതി, ഞാൻ ഇപ്പൊ ഒരുങ്ങി വരാം. അത് പറയാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. എടാ കിച്ചൂട്ടാ, അപ്പൊ അമ്മമ്മ വരണ്ടേ? തന്തയുടെ കൂടെ കൂടി അവനും വഷളായി. അല്ലിതാര് എല്ലാരും ഉണ്ടല്ലോ, വാ അകത്തേക്ക് വാ. അവളെന്തേ? ആര്? മീനുവോ? അവള് റൂമിലോട്ട് പോയി. കൊച്ചു നന്നായി കരയുന്നുണ്ടായിരുന്നു. അവള് കുഞ്ഞിനെ എടുത്ത് റൂമിലോട്ട് പോയിട്ടുണ്ട്. കുഞ്ഞിന് വിശക്കുന്നെന്ന് തോന്നുന്നു. വരുൺ മോനോ? അവൻ ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ, ഇപ്പൊ വരും. അല്ലടാ കിച്ചൂട്ടാ, നീ എന്താ എന്നോട് മിണ്ടാത്തേ? അതമ്മ ശ്രദ്ധിക്കാത്തോണ്ടാ. അവൻ വന്നപ്പോ തൊട്ട് മീനുനെ അന്വേഷിക്കുന്നേ. അവിടുന്ന് എന്നെ ബഹളമായിരുന്നു. മീനു മീനിന്റെ റൂമിലുണ്ടല്ലോ, വാവയുടെ കൂടെ. മോന് കാണണോ? പൊക്കോ അവിടേക്ക്. മോന് പൊക്കോ, മീനുണ്ടല്ലോ അവിടെ. അവന്റെ ധൃതി കണ്ടില്ലേ? നീ പോയിട്ട് കണ്ടിട്ടോ. എടാ കിച്ചൂട്ടാ, നീ എപ്പോഴാ വന്നേ? അയ്യോടാ, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. വേണ്ട കേട്ടോ വിളിക്കുന്നേ. വാവ ഉണരുമ്പോ നമുക്ക് കളിക്കാം. അയ്യോ, കുഞ്ഞാവിക്ക് പേരിട്ടില്ലല്ലോ. നീ പറ, എന്താ ഇടണ്ടേ? ഭാവിക്ക് പേരിടാൻ സമയമായില്ല കിച്ചൂട്ടാ, അതുകൊണ്ടാ. അല്ല മോൻ പറ, എന്താ ഇടണ്ടേ? കിച്ചൂട്ടന്റെ സ്വന്തം അനിയൻകുട്ടനല്ലേ, അപ്പൊ കിച്ചൂട്ടനെ വിളിക്കാൻ പറ്റിയ പേര് വേണം. നമുക്ക് ഇവനെ അച്ചുട്ടെന്ന് പേരിടാം. അതാവുമ്പോ കിച്ചു അച്ചു, നല്ല രസമല്ലേ? ആഹാ, അത് കൊള്ളാലോ, അച്ചു. അത് നല്ല പേരാ. നമുക്ക് ഇവനെ അച്ചു എന്ന് വിളിക്കാം. വലുതാകുമ്പോ അനിയൻകുട്ടനെ ഞാൻ തന്നെ സംരക്ഷിക്കും. ആയിക്കോട്ടെ, അവൻ
നിങ്ങളുടെ ചേട്ടൻ തന്നെ സംരക്ഷിക്കണം. മതിയോ? നീ പറ അവിടുത്തെ വിശേഷങ്ങളൊക്കെ. എനിക്കൊന്നുമില്ല വിശേഷം. മീനും അമ്മയുണ്ടല്ലോ. മീനിന്റെ കൂടെ കൂടിയിട്ട് കിച്ചുവിന് നല്ല കുരുത്തക്കേട് കൂടിയെന്നാ പറയുന്നേ. ആണോ മീനുട്ടി? ആര്? നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞു? അത് എന്റെ കൂടെ കൂടിയിട്ട്? ആഹാ, അവളെ ഞാൻ കാണുന്നുണ്ട്. അതെ മീനുട്ടി, അമ്മയോട് 2 വഴക്ക് പറയണം. എന്നിട്ട് ഈയിടെയായിട്ട് അമ്മയ്ക്ക് കുരുത്തക്കേട് കൂടിയെന്ന് പറയണം. ആടെ കുട്ട, ഞാൻ പറയാം. എന്താണ് ഇവിടെ ചെറിയമ്മയും മോനും കൂടി സംസാരം? നീ ആ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വന്നു. നീ എന്റെ കൂടെ പോരും, നമുക്ക് കളിക്കാം. ആരാ കിച്ചൂട്ടാ? ദേ, 2 പേരോടും പറയുക, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണോന്നും നോക്കത്തില്ല, എല്ലാത്തിനും എടുത്ത് പുറത്തിടും. 2 പേരും എന്റെ കൺമുമ്പിൽ നിന്ന് മാറി നിന്നു. അറിയില്ലടാ കുട്ടാ, നമ്മൾ സഹിച്ചേ മതിയാകും. അയ്യോ, നീ ഒറ്റയ്ക്ക് പോവല്ലേ, എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോകും. Oh